എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂപതിവ് നിയമം, അങ്ങനെ ഒരു നിയമത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ പല പ്രദേശങ്ങളിലൊക്കെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി പതിച്ച് നൽകിയിട്ടുണ്ടാവും. അത് മറ്റ് വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതാണ് ഈ ഭൂപതിവ് നിയമം. അതിൻ്റെ ചട്ടം ഭേദഗതി ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ആ തീരുമാനം അംഗീകരിച്ചു വരും. ഇത് ഒരുപാട് ജനവിഭാഗങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വനമേഖലയിലുള്ള പഞ്ചായത്തുകൾ, മലയോര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെ ഇത് വളരെയധികം സഹായകമായ ഒന്നാണ്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഈ നിയമം ഇങ്ങനെ ചട്ടം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സംവിധാനമാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കെ എം മാണി സാർ ഉൾപ്പെടെ, ഇപ്പോൾ ജോസ് കെ മാണി സാർ ഉൾപ്പെടെയൊക്കെയുള്ള ഈ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ചാലക്കുടി നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാരവാഹികളാണ് എൻ്റെ ഈ പിറകിലിരിക്കുന്നത്. ആദരണീയനായിട്ടുള്ള കൗൺസിലർ വി ജെ ജോജിയേട്ടൻ, അഡ്വക്കേറ്റ് പി എം മാത്യു, അതുപോലെ തന്നെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ ഡേവിസ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മലയോര പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സഹായകരമാകുന്നത്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. 1950 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് 1950 തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒരു സ്റ്റേറ്റ് ആയിരുന്നു തിരുക്കൊച്ചി. മലബാർ മദ്രാസ് റെജൻസിയുടെ കീഴിലായിരുന്നു. ഈ തിരുക്കൊച്ചിയിൽ നിലവിൽ നിയമങ്ങളുണ്ടായിരുന്നു, ഭൂപതിവ് നിയമങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ കണ്ടീഷൻഡ് നിയമങ്ങളായിരുന്നു. എന്നാൽ മലബാറിൽ കണ്ടീഷൻഡ് അല്ലാത്ത ഭൂനിയമങ്ങളായിരുന്നു, പട്ടയ നിയമങ്ങളിൽ കണ്ടീഷൻഡ് അല്ലായിരുന്നു. അപ്പോൾ കേരളം ഉണ്ടായപ്പോൾ 1960 ഇതിനെ ഏകീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് കേരള ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു അനുബന്ധം എന്ന രീതിയിൽ തന്നെ ഭൂവിനിയോഗ നിയമങ്ങൾ വരണേ. 64 ഇത് ചട്ടം ഉണ്ടാവണത്. അതിന് മുന്നേ ചട്ടം ഉണ്ടായിരുന്നില്ല, നിയമം മാത്രമായിട്ട് നിന്നു. അപ്പോൾ ആ നിയമങ്ങളാണ് ഇപ്പോഴത്തെ 15ാം കേരള മന്ത്രിസഭയുടെ 173ാമത്തെ ബില്ലായിട്ട് നിയമസഭയിൽ 2023 അവതരിപ്പിച്ച് ഈ ബുധനാഴ്ച 28-ാം തീയതി ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച് സബ്ജക്ട് കമ്മിറ്റി വിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സബ്ജക്റ്റിൻ്റെ അനുവാദത്തോടുകൂടി അത് ഗസറ്റ് വിജ്ഞാപനമായി വന്ന് ഉത്തരവായി വരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അന്ന് കാലത്ത് ഭൂമി ഓരോ അസൈൻ ചെയ്തിരുന്നത് ഓരോ പ്രത്യേക കാരണങ്ങളാണ്. കൃഷിക്ക് വേണ്ടി അസൈൻ ചെയ്ത് കൊടുത്ത് വീട് വയ്ക്കാൻ പാടില്ല, വീടിന് വേണ്ടി അസൈൻ ചെയ്ത് കൊടുത്ത് കൃഷി ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും ഉള്ളിടത്ത് കമേഴ്ഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ വ്യവസായങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാടില്ല. ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ അത് മാറ്റപ്പെടുകയാണ്. കാരണം ഇതെല്ലാം ക്രമവൽക്കരിച്ച് കൊടുക്കുകയാണ്. 3000 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ഇത്തരത്തിൽ നിയമത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ വിധേയമല്ലാതെ ചെയ്ത എല്ലാ വസ്തുക്കളും 3000 സ്ക്വയർ ഫീറ്റ് ഫീസില്ലാതെ എല്ലാ ആരാധന ആളങ്ങളും, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ആരുടെ ആയാലും അതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യണം. അതിന് മുകളിലുള്ള ആണ് സ്കെയിലായിട്ട് ചെയ്തിട്ട് ശതമാനം പറഞ്ഞ് വിലയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ വരുന്നുള്ളത്. അപ്പോൾ 5000-നും 10,000-ത്തിനിടയിൽ പറഞ്ഞ് 5%, അങ്ങനെ ഓരോ ഇതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് 1964 മുതൽ ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്നതാണ്. 64 പാർട്ടി ഉണ്ടായ. അപ്പോൾ ഈ 6 പതിറ്റാണ്ട് കഴിഞ്ഞ നിയമം വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവുക. അപ്പോൾ പുതിയൊരു ചോദ്യങ്ങളിപ്പോൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചാനലിലും 24-ലൊക്കെ വന്നിരുന്നു. നമ്മുടെ ഷോൺ ജോർജൊക്കെയാണ് അത് ചോദിച്ചത്. അതായത് ഇതിപ്പോൾ നിലവിലുള്ളവർക്ക് അല്ലേ ഉള്ളൂ ക്രമവൽക്കരണം, മറ്റുള്ള പഴയ ആളുകൾക്ക് എന്തുകൊണ്ട് എന്താ കാര്യം, അല്ലെങ്കിൽ പുതിയതായിട്ട് പണിയുമ്പോൾ വീണ്ടും അനുവാദം വേണ്ടത്, അതിൻ്റെ സിസ്റ്റം വന്നിട്ടില്ല. ഇതിന് കൃത്യമായി പറയുന്നുണ്ട് 90 ദിവസത്തെ പരാതി കൊടുക്കാൻ സമയം. 90 ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ ചെയ്തത് ഒരു തീരുമാനത്തിലേക്ക് സ്വാഭാവികമായിട്ടും അത് ഉത്തരവായി വരും. 1 വർഷം കാലാവധിയും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് പ്രത്യേക ഒരു ബോഡി ഉണ്ടാവും, ഒരു ഗവേണിംഗ് ബോഡിയും സിസ്റ്റം ഉണ്ടാവും. അതിനകത്ത് ഇതൊക്കെ പരിഹരിക്കപ്പെടും. ഒരു നിയമത്തിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത നിയമങ്ങൾ. പിന്നെ 2 തരം നീതി ഒരിക്കലും ഒരു രാജ്യത്ത് ഉണ്ടാവില്ലല്ലോ. തുല്യനീതി എവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ആർക്കും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇതിന് സംബന്ധമായി പറയാം. നമ്മുടെ നിയോജനത്തിലെ പട്ടയങ്ങളിലെ ബഹുഭൂരിപക്ഷവും ഈ ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം, അഥവാ LAP പട്ടയങ്ങളാണ്. പ്രത്യേകിച്ച് കൊടകര വില്ലേജ്, കുറ്റിച്ചിറ വില്ലേജ്, കോടശ്ശേരി വില്ലേജ്, അതിരപ്പള്ളി വില്ലേജ്, പരിയാരം വില്ലേജ് ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിൽ വ്യാപകമായിട്ട് LAP ഭൂമിയുണ്ട്. അവിടെയൊക്കെ സ്കൂളുകളും സ്ഥാപനങ്ങളും ആശുപത്രികളൊക്കെ ഈ LAPയിൽ പണിതിട്ടുണ്ട്. അതൊക്കെ ക്രമവൽക്കരിക്കാൻ കഴിയും. ഇതിപ്പോൾ 2010 പ്രധാനപ്പെട്ട കേസുകൾ പറഞ്ഞു. 3 ഇഷ്യൂവിന് ശേഷം വരുന്ന കേസുകളാണ്. അതൊക്കെ കോടതിയിലേക്ക് പോവുകയും അവർക്കൊക്കെ വലിയ ഭീമമായ സംഖ്യ അടയ്ക്കേണ്ട സ്ഥിതിയിൽ നിന്ന് അപ്പുറത്തായിട്ട് ഇതൊക്കെ പൊളിച്ചു കളയുന്ന സ്ഥിതിക്ക് എത്തണം. നിയമങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ച് പോയപ്പോൾ. അപ്പോൾ അതിനൊക്കെ അവർക്കൊക്കെ വലിയൊരു ഗുണപരമായ രീതിയിലാണ് ഈ നിയമം വന്നതാണ്. ഇത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്നേഹ സമ്മാനവും LDFൻ്റെ ഒരു ഓണ സമ്മാനമാണ്. കോറികളിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കോറികൾ മെയിൻ ജിയോളജി പാസ് കൊടുത്തിരുന്നു, റവന്യൂ അതിന് സ്കെച്ചും കാര്യങ്ങളും തയ്യാറാക്കി കൊടുത്തിരുന്നു. അതുമൂലം അങ്ങനെ കോറികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ LAP വിഷയം കേസിൽ വന്നപ്പോൾ ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയത്തിൽ കൃഷിക്കാണ് കൊടുത്തതാണ്, അല്ലെങ്കിൽ വീടിനാണ് കൊടുത്തതാണ്, പാറ പൊട്ടിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ദുരിതം വെച്ചതാണ്. നിർമ്മാണ രംഗം സ്തംഭന അവസ്ഥയിൽ വെച്ച് സാധാരണക്കാരായ ആൾക്കൊക്കെ വീട് പണിയാൻ മറ്റുള്ള കാര്യങ്ങളോ കിട്ടുന്നില്ല, കരിങ്കല്ല് കിട്ടുന്നില്ല. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വലിയ വില, ഭീമമായ വില കൊടുത്ത് മേടിക്കേണ്ട സ്ഥിതി വന്നു. അതിനൊക്കെ ഇത് അറുതി വരണം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ എത്ര സ്ഥലത്താണ് കോറി ഉപയോഗിക്കപ്പെട്ടിരുന്നത് അതിൻ്റെ 50% ന്യായവില വെച്ചാൽ മാർക്കറ്റ് വിലയല്ല, സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക്, ആ വിലയുടെ 50% അടിച്ച് അതൊക്കെ ക്രമവൽക്കരിക്കാം. അപ്പോൾ അതും വലിയൊരു മാറ്റത്തിന്, കേരളത്തിൻ്റെ വ്യവസായ മാറ്റത്തിനും സാധാരണക്കാരൻ്റെ വീട് പണിയുന്നതിനും ഈ നിർമ്മാണ മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കൊക്കെ പരിഹാരമാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ നേതാവ് മാണി സാറ് മുതൽ ഇന്നിപ്പോൾ ജോസ് കെ മാണി സാറ് അടക്കമുള്ള നേതാക്കന്മാർ ഇതിനുവേണ്ടി
ഒട്ടേറെ പ്രയത്നങ്ങൾ ഇതിനു പിന്നിൽ നടത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലെ ജനതകളെ ഏറ്റവും സംരക്ഷിക്കുന്നതിന് പാർട്ടി എന്നും അവരോടൊപ്പം നിന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ LDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനമായ വാഗ്ദാനമാണ് ഈ ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാന്നുള്ളത്. അതിപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓണസമ്മാനമായിട്ട് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ അത് അംഗീകാരം നൽകി. ഇതുവഴി നമുക്ക് ഒരുപാട്, അതായത് നമ്മുടെ ടൂറിസം മേഖലയിൽ പ്രധാനമായിട്ടും ഒട്ടേറെ മുന്നേറ്റം ഉണ്ടാകാനുള്ളൊരു കാരണമായി തീരുകയാണ്. കാരണം നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ വയനാട് ഭാഗങ്ങൾ, നമ്മുടെ മണ്ഡലത്തിലെ അതിരപ്പള്ളി അടക്കം എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇതിന് ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, അവിടുത്തെ നിർമ്മാണ ചട്ടങ്ങളൊക്കെ ഇതിനു വേണ്ടി നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ വ്യവസായങ്ങൾ, അതിൽ എല്ലാ പട്ടയങ്ങളിലുള്ള വ്യവസായങ്ങൾ അത് വീണ്ടും ക്രമീകരിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. നമ്മുടെ കോറികളായാലും അത് എല്ലാ പട്ടയങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിനുള്ളൊരു നിയമനിർമ്മാണങ്ങളൊക്കെ എല്ലാം ഇതിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ മലയോര ജനത ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതത്തിന് ഒരു പരിഹാരമാവുകയാണ് ഈ ഭൂപതിവ് ചട്ടം ഭേദഗതി വന്നതോടുകൂടി. പ്രത്യേകിച്ച് ചാലക്കുടി നിയോജകമണ്ഡലം നോക്കിയിട്ടുള്ള പകുതിയിലധികം പഞ്ചായത്തുകളും മലയോരവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തുള്ള ഒത്തിരി ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാവുകയാണ്. ഒരു പട്ടയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടയഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് പരിഹാരവും അതോടൊപ്പം തന്നെ നേരത്തെ പൊളിച്ചേട്ടനും വക്കീലേക്ക് സൂചിപ്പിച്ച പോലെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് അത് ഉപയോഗപ്പെടുത്തി വലിയൊരു മുന്നേറ്റം ടൂറിസം രംഗത്തും മറ്റൊക്കെ ഒരു വലിയൊരു വ്യവസായ രംഗത്തൊക്കെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുണ്ട്. ചാലക്കുടിയിലടക്കം കഴിയുന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള അതിരപ്പള്ളി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വലിയ വികസനമാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നുള്ളതിലും തർക്കമില്ല. ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് ഇങ്ങനെയുള്ള പട്ടയങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് മലയോര മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇതുപോലുള്ള പട്ടയങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാലക്കുടിയുടെ ടൗൺ ഒഴിച്ച് നേരത്തെ പൊളിച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ പരിയാരവും അതിരപ്പള്ളിയും കൊടശ്ശേരി പഞ്ചായത്തുകളൊക്കെ, അല്ലെങ്കിൽ കൊടശ്ശേരി പഞ്ചായത്ത്, കൊടകര പഞ്ചായത്ത് അടക്കം ഈ മലയോര മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു നിയമമാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർഷകർക്കും കർഷക ജനവിഭാഗങ്ങളോട് എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാണി സാർ മുതൽ അതുപോലെ ഇപ്പോൾ ജോസ് കെ മാണി സാർ വരെ ഈ പാർട്ടിയെ നയിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിന് പാർലമെന്റിലായിരുന്നാലും നിയമസഭയിലായാലും വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ദീർഘനാളുകളായിട്ട് പോരാടിയ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗം അത് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഓണ സമ്മാനം തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട പ്രസ്ഥാനങ്ങളാണെന്നുള്ള ഒരു വലിയ മാതൃകാപരമായ സമീപനമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ജോസ് കെ മാണി സാറിനും അതുപോലെ തന്നെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കേരള കോൺഗ്രസിന്റെ ഭാരവാഹിക്കും പ്രവർത്തകർക്കും ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.